വിലാപങ്ങൾ അധ്യായം 5. യഹോവേ, ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കും ആയിപ്പോയിരിക്കുന്നു. ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരും ആയിരിക്കുന്നു. ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ തളർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വിശ്രാമവുമില്ല. അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്രൈമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്നു കൊണ്ടുവരുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു. അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു. അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചതുമില്ല. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു. ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി. ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി. ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. സിയോൻ പർവ്വതം ശൂന്യമായി, കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ. യഹോവേ, നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ?